ഇന്ന് പുതിയ കണക്കിൽ 2024 ഓഗസ്റ്റ് മാസം 16-ാം തീയതിയാണ്. അത് ഇന്ന് ലോകത്ത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന റോമൻ കലണ്ടർ പ്രകാരമുള്ള ഡേറ്റാണ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതവുമായി അതിന് ബന്ധമുണ്ട്. ആ കാലഘട്ടം മുതലാണ് അത് ഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് അന്നോ ഡൊമേനി, കർത്താവിൻ്റെ കാലഘട്ടം എന്ന് നാം അതിനെ വിശേഷിപ്പിക്കും. എന്നാൽ ഈ കലണ്ടർ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് നമ്മുടെ പിതാക്കന്മാരെല്ലാം നോക്കിക്കൊണ്ടിരുന്ന മലയാള കലണ്ടർ പ്രകാരമാണെങ്കിൽ ഇന്ന് 1199 കർക്കിടക മാസം 31-ാം തീയതി. ഒരു വർഷം ഇന്ന് അവസാനിക്കുകയാണ്. നാളെ ചിങ്ങം 1 പിറക്കുകയാണ്. എല്ലാവർക്കും മലയാളത്തിൻ്റെ ആ കർക്കിടക മാസത്തിൻ്റെ പ്രയാസങ്ങൾ കഴിഞ്ഞ് ചിങ്ങമാസ പൊൻപുലരിയിലേക്ക് കടക്കുമ്പോൾ പ്രത്യേകമായി ആശംസകൾ നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. 99-ലെ വെള്ളപ്പൊക്കമെന്ന് നമ്മുടെ പൂർവികർ പറയാറുണ്ട്. അത് 1924 ആയിരുന്നു. 100 വർഷങ്ങൾക്ക് മുൻപായിരുന്നു. ഇപ്പോൾ 1199 അഥവാ 2024. പ്രകൃതിയിൽ നിന്ന് നാം പഠിക്കേണ്ടുന്ന പാഠങ്ങൾ കൂടുതൽ ഭംഗിയായി പഠിക്കുവാൻ ശാസ്ത്ര സാങ്കേതിക മാർഗങ്ങൾ ഇന്ന് നമുക്ക് ഉണ്ട്. എന്നാൽ അതിനെയൊന്നും വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ സ്വാർത്ഥ ലാഭങ്ങൾ കൊയ്തെടുക്കുന്ന തിരക്കിലാണ് നാം. അപ്പോൾ ഉണ്ടാകുന്ന ചില പ്രതികരണങ്ങളാണ് ഉരുൾപൊട്ടലുകളും വെള്ളപ്പൊക്കങ്ങളും ഡാമുകളുടെ തകർച്ചയും. പ്രകൃതിയെ നാം ഏതുവിധം പരിപാലിക്കുന്നുവോ അതുപോലെയായിരിക്കും പ്രകൃതി തിരിച്ച് നമ്മോട് ഇടപെടുന്നത്. പ്രകൃതിക്കോ ദൈവത്തിനോ നമ്മോട് ദേഷ്യമുണ്ടായിട്ടല്ല. എന്തിന് ദൈവമേ ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നുവെന്ന് ചിലപ്പോൾ ചോദിക്കും. എന്നാൽ നമ്മുടെ പ്രവൃത്തി ദൈവത്തെ നിസ്സഹായകനാക്കുന്ന വിധത്തിലാണ്. ശാസ്ത്രീയമായി നാം ഭൂമിയെ ഉപയോഗിക്കും. വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാവുന്ന രീതിയിൽ നാം വലിയ മെഷീൻ കൊണ്ട് അതിനെ ഇടിച്ചു നിരത്തും, ഖനികളുണ്ടാക്കും. അപ്പോൾ ചിലപ്പോഴൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ പരസ്പരം നാം പഴിചാരും. ഏതായിരുന്നാലും മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിശുദ്ധ ബാവാതിന് മനസ്സുകൊണ്ട് ഉടനെ തന്നെ അവിടെ സഹായിക്കണമെന്നുള്ള വലിയ ഒരു കൽപ്പന ഇറക്കുകയും സഭയുടെ എല്ലാ ആത്മീയ സംഘടനകളും സജീവമായി കർമ്മരംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാമല്ലോ. കഴിഞ്ഞ ചൊവ്വാഴ്ച പരിശുദ്ധ ബാവാതിന് മനസ്സുകൊണ്ട് നേരിട്ട് ആ ദേശങ്ങളിൽ എത്തുകയും കണ്ണീരോടെ നിൽക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും സഭയും സമൂഹവും അവരോടൊപ്പം ഉണ്ട് എന്ന് അവർക്ക് ഉറപ്പ് നൽകുകയും ആ ഉറപ്പ് ഗവൺമെന്റുകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ കർക്കിടക മാസത്തിന്റെ അവസാനത്തിൽ നമ്മളൊരു മാസം കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ പഴയതൊക്കെ മറക്കും. നാളെ മുതൽ നമ്മൾ ഓണത്തിന്റെ മൂഡിലേക്ക് കടക്കും. വീണ്ടും നമുക്ക് പ്രകൃതിയെ ഏതു വിധമൊക്കെ ഉപദ്രവിക്കാമോ അതൊക്കെ നമ്മൾ തുടർന്നും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, അലക്ഷ്യമായി നമ്മൾ കളയുന്ന നമ്മളുടെ നദികളിൽ, നമ്മുടെ കുളങ്ങളിലൊക്കെ നാം ഉപേക്ഷിക്കുന്ന
ഓരോ പ്ലാസ്റ്റിക് കഷ്ണം പോലും പ്രകൃതിയോട് നാം ചെയ്യുന്ന ക്രൂരതയാണ് എന്ന് ഓർക്കുവാനും, പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ പ്രകൃതിയോട് ചേർന്ന് അതിനെ സ്നേഹിച്ചുകൊണ്ട് അതിനെ പരിപാലിച്ചുകൊണ്ട് ജീവിക്കുമെന്ന് ഒരു പ്രതിജ്ഞ എടുക്കുവാനും ഈ പരിശുദ്ധന്റെ കബറിടത്തിലെ വിശുദ്ധ കുർബാന മധ്യേ നമുക്ക് ഇടയാകണം. പിതാക്കന്മാരൊക്കെ എന്തുമാത്രം പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുള്ള ജീവിതമാണ് നയിച്ചത് എന്ന് അവരുടെ ജീവചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയുവാൻ കഴിയും. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്തിലും ഇത്തരത്തിലുള്ള മഹത്വകരമായ ഒരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ചെറുപ്പകാലം മാതാവ് മറിയമിനോടും വളർത്തുപിതാവ് യൗസേപ്പിനോടും കൂടി യെരുശലേം ദേവാലയത്തിലെത്തിയിരിക്കുകയാണ് 12 വയസ്സുകാരൻ. അവിടെ അവൻ ദേവാലയത്തിൽ തർക്കശാസ്ത്രികളോട് ചേർന്ന് ഇരുന്ന് ദൈവവചനത്തെക്കുറിച്ച് അവരിൽ നിന്ന് കേൾക്കുകയും അവരോട് സംവാദത്തിലേർപ്പെടുകയുമാണ്. ആധുനിക വേദശാസ്ത്ര ചിന്തയിൽ ഇക്കോ തിയോളജി എന്നൊരു പദമുണ്ട്. ഇക്കോ തിയോളജി എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന വേദശാസ്ത്രം. ദൈവത്തെ പ്രകൃതിയിൽ നിന്ന് മാറ്റി നിർത്തി ചിന്തിക്കുന്നത് ബുദ്ധിയല്ല. കാരണം അവൻ സർവപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും നിയന്താവുമാണ്. വേദശാസ്ത്രം എന്ന പദം കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് എങ്ങനെ ദൈവവുമായി ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നാണ്. ഇതാണ് കർത്താവ് പഠിപ്പിച്ചത്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണം. വേദശാസ്ത്ര ചിന്തകൾ ആരാധനയുടെ അടിസ്ഥാനം എന്താണ് ദൈവഹിതം എന്ന് ആരായുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നാണ്. ദൈവമാതാവ് തന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ആ അമ്മ പറയുകയാണ്, കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം എന്നിൽ ഭവിക്കട്ടെ. നമ്മുടെ ഹിതങ്ങൾക്ക് വേണ്ടി നാം തിരക്ക് പിടിക്കുകയും അതിനൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ നാം ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ആണ് ഇന്നത്തെ ഒരു കാലഘട്ടം. മറിച്ച് നിന്റെ ഹിതം എന്തോ അത് എന്നിലൂടെ ഈ പ്രപഞ്ചത്തിൽ നിറവേറണമെന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാകും. ഈ ശിശു 12 വയസ്സുകാരൻ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ലയോ? I want to be a part of the temple of my father. എന്താണ് ദൈവത്തിൻ്റെ ആലയം? നമ്മൾ ഉണ്ടാക്കുന്ന പള്ളികൾ മാത്രമല്ല ദൈവാലയം. ദൈവാലയം എന്ന് പറയുന്നത് സർവ സൃഷ്ടിയുമാണ്, സർവ പ്രപഞ്ചവുമാണ്. ആ മാക്രോകോസ്മിക് ആയിട്ടുള്ള ദൈവരാജ്യത്തിൻ്റെ നമ്മുടെ കാണപ്പെടുന്ന നമ്മുടെ ചിന്തയിൽ നിൽക്കാവുന്നത് പോലെ നമുക്ക് ആരാധിക്കുവാൻ നാം പിന്നീട് പണിതുയർത്തുന്നതാണ് നാം ഉപയോഗിക്കുന്ന ദേവാലയങ്ങൾ, നാം കൂദാശ ചെയ്യപ്പെടുന്ന ദേവാലയം. ഇത് പഴയ നിയമ ചരിത്രത്തിലുടനീളം കാണും. ദാവീദ് നിന്റെ ആലയത്തെക്കുറിച്ച് എന്ന് പറയുമ്പോഴൊന്നും നിർമ്മിതമായ ഒരു ദേവാലയം ഉണ്ടായിരുന്നില്ല. അത് ശലോമോന്റെ കാലത്ത് മാത്രമാണ്. എന്നിട്ട് ശലോമോൻ പറയുകയാണ്, നീ ഈ യെരുശലേം ദേവാലയത്തിൽ ഒതുങ്ങിപ്പാർക്കുന്നവനല്ല, പ്രപഞ്ചമാണ് നിന്റെ ആലയം. എങ്കിലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ, ഞങ്ങൾക്ക് മുട്ടുകുത്തുവാൻ, ഞങ്ങൾക്ക് ബലി അർപ്പിക്കുവാൻ നിന്റെ കൃപയാൽ നീ ഒരു ആലയം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇതിൽ നീ വന്ന് പാർക്കണമേ. വിശുദ്ധ ദേവാലയങ്ങളുടെ കൂദാശ നിർവഹിക്കുമ്പോൾ ഇന്നും നാം പ്രാർത്ഥിക്കുന്നത് ഇതാണ്. അതുകൊണ്ട് വിശ്വമാകുന്ന
ദേവാലയത്തിൽ സർവപ്രപഞ്ചത്തെയും സർവസൃഷ്ടിയെയും മറ്റ് മതസ്ഥരെയും ജാതികളെയും എല്ലാവരെയും ബഹുമാനിക്കുവാൻ, ആദരിക്കുവാൻ, അവരിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകർത്തി കൊടുക്കുവാൻ, ഉച്ചനീചത്വങ്ങളില്ലാതെ നിന്റെ കയ്യിൽ പണം ഇരിക്കുമ്പോൾ മറ്റൊരുത്തിന് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിമുക്തരായി നന്മയിൽ വളരുന്ന ഒരു നല്ല വർഷം, ഒരു പുതിയ ചിങ്ങമാസം, പൊന്നും ചിങ്ങം എന്നൊക്കെ നമ്മൾ പറയും, ആയത് നമുക്ക് ലഭിക്കട്ടെ. പുതുവർഷത്തിലേക്ക് കടക്കുവാൻ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം നമ്മോടുകൂടി ഉണ്ടാകട്ടെ. പരിശുദ്ധ പരിമല തിരുമേനിയുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇപ്പോൾ സ്ലീബായുടെ കുക്കിലിയോൻ ചൊല്ലിക്കൊണ്ട് ഇതിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരെയും ഓർത്ത് വിശുദ്ധ കുർബാനയുടെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.